ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കളായ നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ബെനഡിക്റ്റ് പ്രയർ 87-ാം ദിനം. ഈ പ്രഭാതത്തിൽ മക്കളെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവരുടെ വേദനകളെ സമർപ്പിച്ച് പ്രത്യേകമായും വളർച്ചയ്ക്കായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 31-ാം അധ്യായം 5-ാം വചനം. പക്ഷി തന്റെ ചിറകിൽ എന്ന പോലെ സൈനികളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വിദേശത്ത് പഠിക്കുവാനായിട്ട് ജോലിക്ക് പോയിരിക്കുന്ന മക്കളുണ്ട്, കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മക്കളുണ്ട്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ഒറ്റപ്പെട്ട് മാതാപിതാക്കളുടെ ശ്രദ്ധയെത്താത്ത സ്ഥലങ്ങളിൽ ദൂരങ്ങളിൽ പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ സമർപ്പിക്കാം. അത്യുന്നതനായ ദൈവത്തിന്റെ സംരക്ഷണം പക്ഷി ചിറകിന്റെ കീഴിൽ കാത്തുപരിപാലിക്കുന്ന പോലെ ദൈവമായ കർത്താവിന്റെ സംരക്ഷണം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിറയുവാനും ആപത്തുകൾ അപകടങ്ങളിൽ നിന്നും അവർക്കെതിരെയുള്ള എല്ലാ വഞ്ചനകൾ, പ്രലോഭനങ്ങൾ, സാത്താന്റെ എല്ലാ കെണികൾ, എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങൾ, പാപബന്ധനങ്ങൾ, പ്രേമബന്ധനങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിന്നുകൊണ്ട് മക്കളുടെ ഭാവിയെ നശിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്നും മാറ്റപ്പെടുവാനും ദൈവത്തിന്റെ സംരക്ഷണം കീഴിലാകുവാനും നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ 31:5 പക്ഷി ചിറകിൻ കീഴിൽ എന്നതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. കർത്താവായ ഈശോയെ, പക്ഷി തന്റെ ചിറകിന്റെ കീഴിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ അങ്ങയുടെ കരുണാനിധനമായ സ്നേഹം ഞങ്ങളുടെ മക്കൾ അനുഭവിക്കട്ടെ. അവരുടെ ആകുലതകളെയും സ്വകാര്യ ദുഃഖങ്ങളെയും ജീവിത തകർച്ചകളെയും സമർപ്പിക്കുന്നു. നിരാശയുടെ പടുകുഴിയിൽ വീണു പോകാതെ സാത്താന്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കൾ രക്ഷ നേടി അങ്ങയിൽ ആശ്രയിക്കുവാനും അങ്ങയുടെ കരവലയത്തിൽ നിന്ന് പുറത്തു പോകാതെ അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.